അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളാണ്. പാചക വിശേഷങ്ങൾ ഇന്ന് അധികമായിട്ടൊന്നുമില്ല. ഇന്ന് നമുക്ക് ഈ ഹെയർ ഡൈ കെമിക്കലായിട്ടൊക്കെ ഇഷ്ടമാതിരി ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്, കൂടെ ഞാനും ഉണ്ട്. അപ്പം ആ ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോൾ ഒത്തിരി പേർക്ക് അലർജി ഉണ്ടാകാറുണ്ട്. ഇഷ്ടമാതിരി ആൾക്കാർക്ക് അലർജി ഉണ്ടാകാറുണ്ട്. അതിനകത്ത് കുറച്ച് പേർക്ക് മാത്രമാണ് അലർജി ഒന്നും ഇല്ലാത്തത്. അപ്പം ആ അലർജിയിൽ നിന്ന് നമുക്ക് എങ്ങനെ പരിഹാരം നേടാം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇത്. കാരണം ഒത്തിരി ആൾക്കാർ ഇതും കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം അവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഉപകാരമായിരിക്കുമല്ലോ. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞങ്ങൾക്കിന്ന് രാവിലെ അപ്പമാണ്. അപ്പം എന്താണ് ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഉണ്ടാക്കി തീരാറായപ്പോഴാണ് ഓർത്തത്, അയ്യോ വീഡിയോ പിടിച്ചില്ലല്ലോ എന്ന്. അപ്പോൾ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ മുട്ടക്കറിയുമാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞു. ഇനി തൂത്ത് വാരണം. അപ്പോൾ തൂത്ത് വാരിയിട്ടേ ഉള്ളൂ ഇനി ബാക്കി പരിപാടിയൊക്കെ. ഇപ്പോൾ കാപ്പൂടിയെല്ലാം കഴിഞ്ഞു. നമ്മുടെ അടുക്കളയിലേക്ക് കയറി. അടുക്കളയിൽ ഇന്ന് വലിയ പണിയൊന്നുമില്ല. അപ്പം ഇന്നലെ നമ്മൾ വെച്ച കറികളുടെ എല്ലാം മിച്ചം ഇരിപ്പുണ്ട്. സാമ്പാർ, പുളിശ്ശേരി, മീൻകറി, കിച്ചടി, മെഴുക്കുവരട്ടി, പപ്പടം എല്ലാം ഇരിപ്പുണ്ട്. അപ്പം ഇന്നത്തെ കറിയെല്ലാം ഓക്കെ ആയി. ഇന്നൊന്നും വെക്കണ്ട. അച്ചാറുണ്ട്, തൈരുണ്ട്. പിന്നെ ഇപ്പം എന്ത് വെക്കാനല്ലേ. പിന്നെ അമ്മയുള്ളതുകൊണ്ട് ഒരു സന്തോഷമൊക്കെ ഉണ്ട്. അമ്മ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇന്നെല്ലാം ഉടായ്പ പരിപാടിയാണ്. ഇപ്പം എല്ലാവരുടെയും ഉച്ചക്കത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇന്ന് കുറേ തുണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നനച്ചൊക്കെ ഇട്ടു. ഇനി നമുക്ക് അടുത്ത ശനിയാഴ്ചയാന്ന് തോന്നുന്നു 1-ാം തീയതി. ശനിയാഴ്ച 1-ാം തീയതി ചീത്ത ദിവസമല്ലേ, കൊള്ളത്തില്ലാത്ത ദിവസമാണ് 1-ാം തീയതിക്ക്. ശനിയാഴ്ച അമ്മ പറഞ്ഞു കൊള്ളത്തില്ലാത്ത ദിവസമാണ്, ലോകത്തിന് കൊള്ളത്തില്ലാത്ത ദിവസം ശനിയാഴ്ച എന്നാണ് അമ്മയുടെ ഒരു കണക്ക് കൂട്ടല് കേട്ടോ. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അമ്മ പറയും ശരിയാ, ശനിയാഴ്ച എന്ന് പറഞ്ഞ ഒരു ചീത്ത ദിവസം അല്ലേ. എന്ത് പറയാനാ ഇപ്പോൾ 1-ാം തീയതി വരുന്നതിന്. അല്ലെങ്കിൽ ഇപ്പം ലോകത്തെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന നല്ല വിശേഷങ്ങളൊന്നും അല്ലല്ലോ അല്ലേ. എല്ലാം ഒരുമാതിരിയൊക്കെപ്പെട്ട വിശേഷങ്ങളൊക്കെ അല്ലേ അല്ലേ. വയനാട് ദുരന്തം, അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമുക്ക് സങ്കടം തരുന്ന വിശേഷങ്ങളാണ്. എന്ത് ചെയ്യാൻ പറ്റും, എല്ലാം സഹിച്ചും ക്ഷമിച്ചുമൊക്കെ പോകുകയല്ലേ നിവർത്തിയുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമല്ലേ പറ്റത്തുള്ളൂ അല്ലേ. ഇപ്പം ഞാൻ അമ്മയെ കാണിച്ചു തരാം. അമ്മയെ കാണിച്ചില്ല എന്നെല്ലാരും പറയത്തില്ലേ. അപ്പൊ അമ്മ കുറച്ചു നേരം കിടന്നിട്ട് ഇപ്പൊ എഴുന്നേറ്റ് നീക്കില്ല കേട്ടോ. കുറച്ചു നേരം കിടന്ന് എപ്പോഴും ക്ഷീണമാണ്. അതാ കുറെ ആന്റിബയോട്ടിക് മരുന്നൊക്കെ കൊടുത്തില്ലേ, വയസ്സായതിന്റെയാണ്. രണ്ടും ഉണ്ടല്ലേ. കോമഡിയൊക്കെ പറയാൻ അറിയാം കേട്ടോ. കോമഡിയൊക്കെ പറയാൻ അറിയാന്ന് പറയുമായിരുന്നു. എന്തായാലും എന്തിന്റെയോ ഉണ്ടല്ലേ. കാലൊക്കെ പൊക്കി വെച്ചിരിക്കുക. കാലൊക്കെ പൊക്കി ഇരിക്കുമോ, നീര് കൊണ്ടെങ്കിലോ. ഇന്നലെ ഞാനും അമ്മയും കൂടെ കിടന്നല്ലേ അമ്മ. അമ്മ എനിക്ക് താഴെ കിടത്തിയിട്ട് ഞാൻ മേളത്തെ മുറിയിലാണ് കിടക്കുന്നത്. അപ്പൊ എനിക്ക് മേളത്തെ മുറി കിടന്നു കഴിഞ്ഞാൽ ഒരു സംതൃപ്തിയില്ല. അമ്മ താഴെ കിടക്കുന്നോണ്ട് കിടക്കുമ്പോ എന്തോ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് ഇവിടെ കിടന്നോളാന്നും പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇടായിരുന്നു കിടന്നു. ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കിയ സാധാരണയില്ലേ എനിക്ക് വീടിടം വിഷ്ണുലോക കേട്ടോ. പക്ഷെ ഇന്നലെ എനിക്ക് അങ്ങനെ ഉറക്കമില്ലായിരുന്നു. ഉറങ്ങി, എന്നാലും എനിക്കൊരു ഇതായിരുന്നേ. ഞാൻ ഇവിടുന്ന് ഇടയ്ക്ക് എഴുന്നേറ്റു. ഇവിടുന്ന് എഴുന്നേറ്റിട്ട് എനിക്ക് വെള്ളം കുടിക്കണം എന്നുള്ള മടി പിടിച്ച് അവിടെ ഞാൻ കിടന്നു. അത് കഴിഞ്ഞിട്ട് ക്ലോക്ക് നോക്കിയപ്പോ 3 മണി. ജഗ് നോക്കിയിട്ട് കാണുന്നില്ല. എനിക്ക് ദേഷ്യവും വന്നേ. ഞാൻ സാധാരണ അങ്ങനെ വെള്ളമൊന്നും ഞാൻ കുടിക്കത്തേ ഇല്ല. ആ കിടന്ന കിടപ്പ് പിന്നെ നേരം വെളുത്ത ഞാൻ എഴുന്നേക്കത്തുള്ളൂ. ഇന്നലെ എന്താന്ന് എനിക്കറിയത്തില്ല. 3 മണിക്ക് ഞാൻ എഴുന്നേറ്റ്. പിന്നെ ഞാൻ അടുക്കളയൊക്കെ അപ്പൊ ഈ ഡോറ് കുറ്റിയിട്ടിരിക്കുകയായിരുന്നു. ഈ ഡോറ് കുറ്റിയിടാൻ ഒരു ഇത്തിരി പാടുണ്ട്. രഘുചേട്ടൻ അതിടുന്നത്. പിന്നെ ഞാൻ തുറക്കാൻ എളുപ്പ. തുറന്നിട്ട് പിന്നെ ഞാൻ ഇട്ടൊന്നുമില്ല. പിന്നെ ഞാൻ അവിടെ പോയി എന്നാൽ ഫിൽറ്ററിനകത്തുനിന്ന് വെള്ളമൊക്കെ എടുത്ത് 2 ഗ്ലാസ്സൊക്കെ കുടിച്ചു. വായങ്ങ് ഉണങ്ങി ഒരുമാതിരിയായി. എനിക്ക് ഇങ്ങനൊന്നും വരുന്നതല്ല. ചിലപ്പോഴേ അങ്ങനെയാ, നമുക്ക് നാക്ക് ചുണ്ടും നാക്കും കൂടെ. അപ്പൊ വെള്ളം കുടിച്ച ഗ്ലാസ് കഴുകാൻ നോക്കിയപ്പോ ദേ കിടക്കുന്നു മോട്ടറിൽ ഒരു തുള്ളി വെള്ളമില്ല.
അപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തു, ഈ 3 മണി ആയപ്പോഴത്തേക്കും മോട്ടറൊക്കെ ഇട്ട്, അല്ലെങ്കിൽ പിന്നെ നേരം വെളുക്കുമ്പോൾ എനിക്ക് കരണ്ടെങ്ങാനും പോയെങ്കിലോ എന്നോർത്ത് മോട്ടറൊക്കെ ഇട്ടു. ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ഉറക്കം, എങ്ങും അനക്കല്ലോ. 3 മണിയൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്നു സത്യത്തിൽ കേട്ടോ. സത്യം, ഞാൻ അങ്ങനെ ഇടയ്ക്ക് ഉണരത്തേ ഇല്ല. ഞാൻ കിടന്നതാ. പക്ഷെ ഞാൻ അത് ചിലപ്പോ എനിക്ക് അമ്മ അവിടെ കിടക്കുന്നോണ്ടുള്ള ആ ഒരു ഇതായിരിക്കും, അറിയില്ലല്ലോ. അമ്മ നിനക്ക് എന്താ, എനിക്കും അങ്ങനൊന്നും ഇല്ല, നിനക്ക് നീ പേടിക്കൊന്നും വേണ്ട. എനിക്ക് പേടിയല്ല, അപ്പൊ നമുക്കപ്പൊ അമ്മ ഇങ്ങനെ നോക്കണം എന്നുള്ള ഞാൻ എഴുന്നേറ്റ് ഇല്ല ഇതിലും മേലാതിരുന്നപ്പോ അതെ അല്ലേ. അപ്പൊ ഞാൻ എഴുന്നേറ്റ് നോക്കി. അപ്പൊ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എടി നീ ടെൻഷനൊന്നും അടിക്കണ്ട, അങ്ങനെ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഞാനങ്ങ് ഉണന്ന് എന്താണെന്നറിയത്തില്ല പോണെന്ന്. അപ്പൊ ഞാൻ നോക്കി, എന്നിട്ട് പിന്നെ പോയി കിടന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് അങ്ങ് ഉറങ്ങുക തന്നെ ചെയ്തു. അപ്പൊ നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഇനി കാണാം കേട്ടോ, അല്ലേ? നമ്മള് ഊണൊക്കെ കഴിഞ്ഞിട്ട് കാണാം. ഇന്നിനി അയൽക്കൂട്ടമൊക്കെ ഉണ്ട്, അതിനുള്ള ബുക്കൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുപ്പത്തിലെ തന്നെ മിക്കവരുടെയും തലയിൽ നര ഉണ്ടാകാറുണ്ട്. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പ്രായമാകുമ്പോൾ എല്ലാവരും നരയ്ക്കും, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ആ സമയത്തൊക്കെ നര കാണാറുള്ളൂ. ഇപ്പോഴങ്ങനല്ല, കുഞ്ഞു പിള്ളേരുടെ തല തൊട്ടേ നനയ്ക്കാനായിട്ട് അങ്ങനെ തുടങ്ങും. അപ്പൊ അങ്ങനെ തുടങ്ങുമ്പോഴത്തേക്കും കൊച്ചു പിള്ളേരൊക്കെ അല്ലേ, അപ്പൊ അവർക്കൊക്കെ ഈ തലയിൽ നര വെച്ചോണ്ട്, കൊച്ചു പിള്ളേർ തന്നെയല്ല നമ്മൾ ഉൾപ്പെടെ തലയില് നരയൊക്കെ വെച്ചുകൊണ്ട് കളർ സാരിയൊക്കെ ചുറ്റി അല്ലെങ്കിൽ കളർ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ നമുക്ക് ഒരുപാട് സങ്കടമാണ്. അപ്പൊ എല്ലാവരും ഡൈ ഉപയോഗിക്കുന്നവരാണ്, അല്ലെ? മിക്കവരും തന്നെ ഡൈ ഉപയോഗിക്കുന്നവരാണ്. ഞാനും ഉപയോഗിക്കാറുണ്ട്. എൻ്റെ തലയിൽ പക്ഷെ വലിയ നരയില്ല കേട്ടോ, ഇവിടെയൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പം അതിനൊരു പരിഹാരം വേണമല്ലോ നമുക്ക്. അപ്പം നമ്മൾ കെമിക്കലായിട്ട് ഡൈ ഉപയോഗിക്കുന്നവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലവർക്ക് നമ്മൾ ഈ ഡൈ അങ്ങോട്ട് തേച്ച് കഴിയുമ്പം ഒരു 5 മിനിറ്റ് ആകണ്ട, അതിന് മുന്നേ തലയെല്ലാം കൂടെ ചൊറിഞ്ഞ് മുഖം എല്ലാം കൂടെ തടിച്ച് ഇങ്ങനെ ചുമത് വന്നിട്ട് മുഖമൊക്കെ ഇങ്ങനെ വീർത്ത്, ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്നു, മുഖമൊക്കെ വീർത്ത് ഇങ്ങനെ നീര് വെച്ച് വരും. പിന്നെ അത് അവർക്ക് ഭയങ്കര അസ്വസ്ഥതയൊക്കെയാണ്. ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ എന്താ പറയുന്നത്, നിങ്ങൾക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. പക്ഷെ കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ചെറുപ്പക്കാരൊക്കെ ആകുമ്പോഴത്തേക്കും കുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്കും മുടി നരയ്ക്കുമ്പോഴത്തേക്കും നമുക്കത് ഒരുപാട് നമുക്കെന്തോ വിഷമമാണ്. ഒരുപാട് കോള് വരുന്നെന്ന് കട്ട് ചെയ്യട്ടെ. ഇപ്പോൾ ഒരുപാട് വിഷമമാണ് അങ്ങനെ മുടി നരയ്ക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ. അപ്പം അതിനുള്ളൊരു ടിപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇപ്പം നമ്മൾ കെമിക്കലായിട്ട് ഡൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് ചൊറിച്ചിലൊക്കെ ഉണ്ടാകും. പെട്ടെന്ന് തന്നെ ചൊറിച്ചിലുണ്ടാകുമ്പോഴത്തേക്കും നിങ്ങൾ പെട്ടെന്ന് തന്നെ പോയിട്ട്, അപ്പം അയ്യോ ഇതെങ്ങനെ കഴുകിക്കളയുന്ന അങ്ങനെയൊന്നും ആരും വിചാരിക്കരുത്. അപ്പം ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് തന്നെ നമ്മൾ പോയിട്ട് തലയങ്ങ് കഴുകുക. തല കഴുകുമ്പോഴത്തേക്കും ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകുക. ചെറിയ ചൂടുവെള്ളം ആദ്യം ഉപയോഗിച്ചിട്ട് തലമുടി നന്നായിട്ട് അങ്ങ് കഴുകുക. അതിനുശേഷം ഷാമ്പു ചെറുതായിട്ട് ഉപയോഗിച്ച് കഴുകുക. അപ്പോൾ ആ മുടിയിലെ ഡൈയുടെ ഇതെല്ലാം അങ്ങ് മാറും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അതിൽ നിന്നൊരു ആശ്വാസം കിട്ടും കേട്ടോ. അപ്പോൾ കെമിക്കലായിട്ട് ഡൈ ഉപയോഗിക്കുന്നവർ പെട്ടെന്ന് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഉടനടി ഒരു പരിഹാരമാണിത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ എന്താ ഇത് കരയുന്നേ? ഒരു മിനിറ്റ്, അത് കറണ്ട് പോയായിരുന്നു. അപ്പം ഇൻവെർട്ടർ, അപ്പം രൂപചേട്ടൻ അറിഞ്ഞില്ല കറണ്ട് പോയത്. അപ്പോൾ തേപ്പൊട്ടി ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതായിരുന്നു. അപ്പം അതിൻ്റെ പുറകെ പോയത്, അതൊക്കെ പോട്ടെ. അപ്പോഴത്തേക്കും അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം അതിനൊരു പരിഹാരമായിട്ട് നാച്ചുറലായിട്ടുള്ള ഒരു നല്ല ഒരു ഡൈ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ നാച്ചുറൽ ഡൈ എന്താണെന്ന് കണ്ടു നോക്കണം. നല്ല അടിപൊളിയാണ്, സൂപ്പറാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് ആ ഡൈ ഉണ്ടാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് സബോളയുടെ തൊലിയും വെളുത്തുള്ളിയുടെ തൊലിയുമാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇത് രണ്ടും എടുക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. ഈ സബോളയുടെ പുറകിലത്തെ ആ കട്ടിയുള്ളതും സബോളയുടെ മേളിൽ നിൽക്കുന്ന ആ തണ്ട് പോലെയുള്ള ഒരു സാധനമില്ലേ, അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയും അതെടുക്കരുത്. ഈ തൊലി മാത്രമേ എടുക്കാവുള്ളൂ, അതെടുക്കാനായിട്ട് പാടില്ല. ഇത് ജസ്റ്റ് തൊലി മാത്രം എടുക്കുക. എടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് നമ്മൾ വറുത്തെടുക്കുക കേട്ടോ. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കട്ടെ. കഴിഞ്ഞാൾ ഞാൻ എൻ്റെ ഒരു ചാനലിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വെളുത്തുള്ളി തൊലി കൊണ്ട് നമ്മുടെ നാച്ചുറൽ ഡൈ ഉണ്ടാക്കുന്നത്. അത് ഞാൻ കാണിച്ചു തന്നില്ല.
അപ്പം ഞാനത് പറഞ്ഞു തന്നതേ ഉള്ളായിരുന്നു. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളിയുടെ തൊലിയും സബോളയുടെ തൊലിയും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കുന്ന നല്ല സൂപ്പറായിട്ടുള്ളൊരു നാച്ചുറൽ ഡൈ ആണ് നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഡൈ ഭയങ്കര അലർജിയാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഡൈ അലർജിയിൽ നിന്ന് നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാം. പക്ഷേ നാച്ചുറലായിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് താമസം എടുക്കും. കെമിക്കലാകുമ്പം പെട്ടെന്ന് തന്നെ ആവും. പക്ഷേ അതിൻ്റെ ഭവിഷ്യത്തുക്കൾ നമ്മൾ അനുഭവിക്കാറുമുണ്ട്. പിന്നെ പെട്ടെന്നൊക്കെ ചെയ്യേണ്ടതൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ കെമിക്കൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ കെമിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ വലിയ കുഴപ്പമില്ല കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ തല ചൊറിയാറുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും എന്തെങ്കിലും അഴുക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷാമ്പു ഇട്ട് കഴുകാറുണ്ട്. അപ്പോൾ തന്നെ അത് പോകുകയും ചെയ്യാറുണ്ട്. പിന്നെ അല്ലാണ്ട് ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു കൂട്ടരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ കാണിച്ചു തരുന്നത്. പറ്റാത്തവരാണെങ്കിലും ഇപ്പം നമുക്കാണെങ്കിലും അലർജി ഇല്ലാത്തവരാണെങ്കിലും നമ്മൾ എപ്പോഴും നാച്ചുറലായിട്ടുള്ളത് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടൊക്കെ കെമിക്കൽ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇതിലേക്കൊന്ന് മാറിയാലോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി. പക്ഷേ എനിക്ക് ഒട്ടും സമയം കിട്ടുന്നില്ലായിരുന്നു. അപ്പം ഇന്ന് ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇതൊന്ന് വറുത്തെടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പം എന്താ ഇത് നന്നായിട്ട് ഇതേപോലെ തന്നെ എടുക്കണം കേട്ടോ. ഇതേപോലെ നന്നായിട്ട് എടുക്കണം. എന്നിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇത് വറുത്ത് പൊടിച്ചെടുത്തപ്പോഴത്തേക്കും ഇത്രയേ ഉള്ളൂ കണ്ട. പക്ഷെ എനിക്കിത് മതി. എൻ്റെ തലയുടെ 2 സൈഡിലുമാണ് നരയുള്ളത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നമുക്ക് ഏത് വെളിച്ചെണ്ണ വേണേലും ചേർത്ത് കൊടുക്കാം. പക്ഷേ വെളിച്ചെണ്ണ തന്നെ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ തേക്കുന്നത് പാരച്ചൂട്ടിൻ്റെ വെളിച്ചെണ്ണയാണ്. അപ്പം ഞാൻ അത് തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കണ്ട കളറ് കണ്ട, നല്ല നല്ല കറുപ്പ് കളറാണ് കണ്ട. ഇത് നമുക്ക് ആ തേക്കുന്ന പരുവത്തിൽ നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അറിയാമല്ലോ തലയിൽ ഡൈ പിടിക്കണമെങ്കിൽ ഏത് പരുവത്തിൽ ചേർക്കണം എന്നറിയാമല്ലോ. അപ്പം ഇതേമാതിരി ചേർത്തിട്ടുണ്ട്. എനിക്ക് ഇത്രയും മതിയാകും. എൻ്റെ തലയുടെ 2 സൈഡിൽ മാത്രമേ ഉള്ളൂ. തല നിറച്ചുണ്ടെങ്കിൽ ഇത് പോരാ കേട്ടോ, അറിയാമല്ലോ എല്ലാവർക്കും. അപ്പം നമ്മുടെ ഡൈ റെഡി ആയിട്ടുണ്ട്. നല്ല കറുപ്പല്ലേ. ഇനി നമുക്കിത് തലയിലോട്ട് തേച്ച് കൊടുക്കാം. ഞാൻ കാണിച്ചു തരാവേ. ഇപ്പം നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഡൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തലയിലേക്ക് തേച്ച് കൊടുക്കാം. കണ്ടോ, എൻ്റെ ഈ 2 സൈഡിലാണ് നരയുള്ളത്. കണ്ടോ, കണ്ടോ, ചെറുതായിട്ടേ ഉള്ളൂ കേട്ടോ, വലുതായിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തിരിക്കുന്നത്. അപ്പം ഇത് നമുക്ക് തലയിലേക്ക് നമുക്ക് തേച്ച് കൊടുക്കാം. ഒരു പല്ല് തേക്കുന്ന ബ്രഷ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ നരയുള്ള ഭാഗത്തേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കും. നല്ലതാണ്. മറ്റേ കെമിക്കലായിട്ടുള്ള ഡൈ ഒക്കെ അലർജി ഉള്ളവർക്ക് നമുക്ക് ഇത് തേച്ച് കൊടുത്താൽ മതിയാകും. മുഴുവൻ തേച്ച് കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ. ഈ 2 സൈഡിൽ നരയ്ക്കുമ്പോൾ പിന്നെ ഇവിടെ ആണല്ലോ ആദ്യം നരയ്ക്കുന്ന എല്ലാവർക്കും അല്ലേ, മിക്കവർക്കും. അതെ, ഇതൊക്കെ നല്ലതായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കും. നമ്മൾ കെമിക്കലായിട്ടുള്ള ഡൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 20 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കത് കഴുകിക്കളയാനായിട്ട് പറ്റും. പക്ഷേ ഇത് 20 മിനിറ്റ് പോരാ. ഇത് നമുക്കൊരു 1 മണിക്കൂറെങ്കിലും ഇത് തലയിൽ തേച്ചുകൊണ്ടിരിക്കണം. 1 മണിക്കൂർ തേച്ച് പിടിപ്പിക്കണം. എന്നാൽ മാത്രമേ ഇത് കറക്കത്തുള്ളൂ. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇതിപ്പം ഈ ഒറ്റ പ്രാവശ്യം തേച്ചുകൊണ്ട് മുടി കറക്കത്തില്ല, എന്നാലും വ്യത്യാസം വരും. പിന്നെ നമ്മൾ പല പ്രാവശ്യമുള്ള ഉപയോഗത്തിലൂടെ, അതായത് ഒരു 3-4 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും കറക്കും. പിന്നെ നമുക്ക് നാച്ചുറലായിട്ടുള്ള ഡൈ മാത്രം ഉപയോഗിച്ചാൽ മതിയാവും. പിന്നെ നമ്മൾ കെമിക്കൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച നിൽക്കും. എന്നാൽ നമുക്ക് അലർജിയൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ടൊക്കെ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനും വിചാരിച്ചിനി ഇതിലേക്കങ്ങ് മാറാമെന്ന്. കാരണം ഇച്ചിരി മെനക്കെട്ടാലും നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. മറ്റേതാകുമ്പോഴത്തേക്കും അതിനകത്ത് ചേർത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പറയാതെ തന്നെ. അമോണിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കലാണ്.
എന്നാലും നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് തേച്ച് പിടിപ്പിക്കാറൊക്കെ ഉണ്ടല്ലേ. ഞാൻ തേക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം എനിക്കിപ്പോഴാണ് ബോധം വന്നതെന്നാൽ പിന്നെ ഇതങ്ങ് ഉപയോഗിച്ചേക്കാമെന്ന് വിചാരിച്ച് അപ്പം എന്താ ഇത് ഞാൻ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് 1 മണിക്കൂറിന് ശേഷം ഞാൻ കഴുകി കളഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. എന്താവും എന്ന് നമുക്ക് നോക്കാം. ഒന്നും ആവാനില്ല. നല്ലതായിട്ട് ഞാനിത് നേരത്തെ ഒന്ന് തേച്ച് നോക്കിയിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം 1 മണിക്കൂറിന് ശേഷം നമുക്ക് കഴുകി കളഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പം ഞാനത് 1 മണിക്കൂർ ഞാൻ തലയിൽ വെച്ചായിരുന്നു. 1 മണിക്കൂറിന് ശേഷം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നോക്കിയേ, ഇവിടെയൊക്കെ എനിക്ക് നന്നായിട്ട് നരയുണ്ടായിരുന്നതാ. ഇപ്പം കണ്ടോ, ഒന്നുമില്ല. കണ്ടോ, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ കെമിക്കൽ ഡൈ 20 മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും, കെമിക്കൽ ഞാൻ തേക്കുമ്പോൾ 20 മിനിറ്റാണ് വെക്കുന്നത്. പക്ഷേ ഇത് 1 മണിക്കൂർ വെക്കണം. 1 മണിക്കൂർ വെച്ചപ്പോൾ കണ്ട മാറ്റം കണ്ടോ. ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ പ്രാവശ്യം തേച്ചുകൊണ്ട് ഇത് പിന്നെ ഈ മുടി നിറച്ചെന്ന് മാറണമെന്നില്ല. പക്ഷേ എനിക്ക് കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ 2 പ്രാവശ്യം തേച്ചു. ഇത് 3-മത്തെ പ്രാവശ്യമാണ് തേച്ചത്. 3-മത്തെ പ്രാവശ്യം തേച്ചപ്പോഴത്തേക്ക് മുടി നന്നായിട്ട് തന്നെ കറുത്തു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇത് തന്നെ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി അങ്ങ് കെമിക്കൽ അങ്ങ് മാറ്റുകയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കണം. നല്ല കേട്ടോ, നല്ല അത് നന്നായിട്ട് തന്നെ കറുത്തിട്ടുണ്ട്. കണ്ടോ, ഞാൻ ഇവിടെ മുമ്പേ കാണിച്ചില്ലായിരുന്നു. നന്നായിട്ട് തന്നെ കറുത്തിട്ടുണ്ട് മുടി കണ്ടോ. അപ്പം എല്ലാവരും തന്നെ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ നന്നായിട്ട് നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി ടിപ്സാണ് ഇത്. നല്ല ഞാൻ പറഞ്ഞല്ലോ 2 ആഴ്ച നിൽക്കും. പിന്നെ 1 മണിക്കൂർ വെച്ചുകൊണ്ടിരിക്കണം. അതാണ് കെമിക്കൽ ആകുമ്പോൾ എല്ലാവരും 20 മിനിറ്റ് വെച്ച് പുരട്ടി കഴുകി. പക്ഷേ അതിൻ്റെ ദോഷവശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നാലും എല്ലാവരും ഇത് തന്നെ കാണിക്കുന്നുണ്ട്. ഞാൻ ഉൾപ്പെടെ കാണിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ മറ്റേ ഡായിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പം ഞാൻ ഇതിലേക്ക് മാറുവാണ്. എനിക്ക് പക്ഷെ നല്ല മാറ്റമുണ്ട്. അതുകൊണ്ട് നല്ല മാറ്റമല്ല, നല്ല മുടി നന്നായിട്ട് കറുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൽ നിന്നൊരു വിട നാച്ചുറൽ ആയിലേക്ക് ഞാൻ മാറുവാണ്. അപ്പം നമ്മുടെ മുടിക്കും എല്ലാം നല്ലതാണ്. അപ്പം എല്ലാവരും ഇത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.